ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ്. ക്രിസ്പി സേമിയ കട്ട്ലേറ്റാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് വലിയ സവാള 2 ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. സവാള നന്നായി വാടുന്ന വരെ വഴറ്റിയെടുക്കുക. നന്നായി വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് കയ്യിലിങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. വലുതായിട്ട് അരിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മല്ലിയില ഈ ടൈമിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ നല്ല മണമായിരിക്കും നമ്മുടെ കൂട്ടിനുണ്ടാവുക. അപ്പോൾ നന്നായിട്ടിരുന്ന് ഇളക്കി കൊടുക്കാം. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഓരോ പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ഇത് ഇളക്കാൻ. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട പൊടികൾ: 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. വീഡിയോ ഇതിലേക്ക് വിട്ടുപോയതാണ്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ചതാണ്. ഞാൻ കുക്കറിൽ ഒരു 3 വിസിൽ വരെ വെച്ചതാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. എന്നിട്ട് അത് വേവിച്ചെടുത്ത് നന്നായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ച് നല്ല പേസ്റ്റാക്കി ഈ നമ്മുടെ ചേരുവയിലേക്ക് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അത് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പിന് നല്ല ബോളായിട്ടോ അല്ലെങ്കിൽ സ്ക്വയറോ ഏത് ഷേപ്പിലാണ് വേണ്ടത് അതുപോലെ കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ കിട്ടും. നമുക്ക് കയ്യിൽ എണ്ണയൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല. കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ കൂട്ട് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒരു കട്ടി രൂപത്തിലുള്ള പേസ്റ്റാക്കി നമുക്ക് എടുക്കണം. ഒരുപാട് ലൂസാവരുത്. ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ട് മുക്കിയിട്ട് നന്നായി നല്ല രീതിയിൽ പൊരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ചെറിയ തിക്കായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു തിക്ക് പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിനി ഓരോരോ ബോൾസായിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഓരോന്നായിട്ട് മുക്കിയെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ സ്ക്വയറിലായിട്ടാണ് ഇങ്ങനെ കൂട്ട് ഞാൻ എടുത്തിരിക്കണത്. അത് നമുക്ക് ഈ മാവിൽ നന്നായിട്ട് മുക്കിയെടുക്കാം. ഇനി അടുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ പായസത്തിനുള്ള സേമിയാണ്. ആ സേമിയ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ആ ക്രഷ് ചെയ്തതിൽ നന്നായിട്ട് മുക്കിയെടുക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്കിതുപോലെ മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് എണ്ണയിൽ നന്നായി ചൂടായ എണ്ണയിൽ നമുക്കിത് പൊരിച്ചെടുക്കാം. സേമിയ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പുറഭാഗത്തൊക്കെ പെട്ടെന്ന് കളറ് മാറ്റം വരും. അപ്പോൾ നമ്മൾ തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഉൾഭാഗമൊക്കെ വേവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ പുറഭാഗത്ത് മാത്രം കളറ് മാറും, അകത്തൊന്നും വെന്തിട്ടുണ്ടാവില്ല. നമ്മൾ മുക്കിയ മാവ് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് കളർ മാറ്റം വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തീയൊക്കെ കുറച്ച് 2 സൈഡും മറിച്ചിട്ടൊക്കെ നല്ല ശ്രദ്ധയോടെ പൊട്ടിപ്പോവാതെ നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി വേറെ 2 കൂടെ ഞാൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ കറക്റ്റായി വന്നിട്ടുണ്ട്. എണ്ണയൊന്നും ഇല്ലാതെ കോരിയെടുക്കുക. ഇനി നമുക്ക് അടുത്തതും കൂടെ ഇതിലേക്ക് പൊരിച്ചെടുക്കാം. എത്രണ്ണം വേണമെങ്കിൽ വെച്ച് പൊരിച്ചെടുക്കാം. ഞാൻ 2 വെച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതും നല്ല കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി അടിപൊളി ഇഫ്താർ ജ്യൂസ് ഉണ്ടാക്കാം.
മിൻറ്റ് കുക്കുംബർ റിഫ്രഷർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തി കൊടുത്ത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. നല്ല കളർ മാറ്റം വരുന്ന പോലെ, അതുപോലെ നല്ല കട്ടിയായിട്ട് എടുക്കണ വരെ നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. കളറൊക്കെ മാറി നന്നായി തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 5ഓ 6ഓ മിൻറ്റ് ലീവ്സ് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ ഷുഗർ സിറപ്പിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ നന്നാരി സർബത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഫ്ലേവർ വരില്ല, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നല്ലതായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസിന് വേണ്ടിയിട്ടുള്ളത് നോക്കാം. നല്ല കുക്കുംബർ ചെറുതായി അരിഞ്ഞത് ഒരു 8ഓ 10ഓ മിൻറ്റ് ലീവ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ അരമുറി നമുക്ക് നാരങ്ങ കൂടെ നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഫ്താറിനൊക്കെ മെയിനായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസാണ്. നമ്മുടെ ദാഹമൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് പറ്റിയ ജ്യൂസാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ചേർക്കുന്നുണ്ട്, എന്നാലും 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് വീണ്ടും ആവശ്യമുള്ള അത്ര നമുക്ക് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് ജ്യൂസാക്കി എടുക്കണം. നന്നായി പേസ്റ്റാക്കിയത് നമുക്ക് ഒരു അരിപ്പ കൊണ്ട് ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളിത് ജ്യൂസൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ചേർക്കേണ്ടതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിൻറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ്. മിൻറ്റിൻ്റെ ഫ്ലേവറൊക്കെ നല്ല ഷുഗർ സിറപ്പിൽ നന്നായി ഇറങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഷുഗർ സിറപ്പ് നമുക്കിനി ജ്യൂസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നല്ല ജ്യൂസ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ ഷുഗർ സിറപ്പ് നമുക്ക് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റായിട്ടുള്ള പാകമാണ് നമുക്ക് ഷുഗർ സിറപ്പിന് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ വേണം നമുക്ക് ആക്കിയെടുക്കാൻ. ഒരുപാട് മധുരമൊന്നും ആവില്ല, കറക്റ്റായിരിക്കും ടേസ്റ്റും കാര്യങ്ങളൊക്കെ. മിൻറ്റിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ല രുചി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ നോമ്പിന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ജ്യൂസ് അരിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനും അപ്പോൾ ഇതിൻ്റെ ഭംഗി കൂട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മിൻറ്റ് ലീവ്സിൻ്റെ നമ്മുടെ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ഫ്ലേവറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, ആരും ഇത് മിസ്സാക്കരുത്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ മിൻറ്റ് ലീവ്സും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള 2 റെസിപ്പിയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. മിൻറ്റ് കുക്കുംബർ റിഫ്രഷറും അതുപോലെ തന്നെ ക്രിസ്പി സേമിയ കട്ട്ലറ്റുമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.